സോൾട്ട് ആൻഡ് പേപ്പറിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ എല്ലു കറിയാണ്. വളരെ രുചിയേറിയ ഈ വിഭവം ഏതു പ്രായക്കാർക്കും ഒരുപോലെ പ്രിയങ്കരമായിരിക്കും എന്നറിയാമല്ലോ. ഇപ്പോ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നത്, അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. സൺഫ്ലവർ ഓയിൽ 3 ടീസ്പൂൺ, ലൈം ജ്യൂസ് ഒരെണ്ണത്തിന്റെ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, പച്ചമുളക് 2 പിളർന്നത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ടൊമാറ്റോ പ്യൂരി ഒരെണ്ണത്തിന്റെ, ജീരകം 1/2 ടീസ്പൂൺ, സവാള 2 അരിഞ്ഞത്, കടലമാവ് 1 ടീസ്പൂൺ, തക്കോലം 2, കറുവാപ്പട്ട 2, ഏലക്ക 3, ഗ്രാമ്പു 3, ജാതിപത്ര 1, മട്ടനെല്ല് 3/4 കിലോ. ഇനി ഇത് എങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം ഒരു ചീനിച്ചട്ടി ചൂടാക്കി 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഗരം മസാലകൾ ചേർക്കുക. ഇതിന്റെ കൂടെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും ചേർത്ത് വഴറ്റണം. ഇതിലേക്ക് 2 പിളർന്നു വച്ചിരിക്കുന്ന 2 പച്ചമുളകും ചേർക്കുക. ഇതിന്റെ കൂടെ മട്ടന്റെ എല്ലും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടി 2 ടീസ്പൂണും 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കണം. അതിനുശേഷം 40 മിനിറ്റ് വേവിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ പ്യൂരിയും ചേർക്കുക. അതിനുശേഷം മറ്റൊരു പാനിൽ ഓയിലും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 സ്പൂൺ കടലമാവും മൂപ്പിച്ച് തയ്യാറാക്കി വച്ചിരിക്കുന്ന മട്ടൻ എല്ലുകറിയിലേക്ക് ചേർത്തിളക്കി കുറുക്കിയെടുക്കണം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും ചേർത്ത് വാങ്ങി വെക്കുക. ഇനി ഇതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ മട്ടൻ എല്ലുകറി റെഡിയായി. ഇനിയും രുചിയേറിയ വിഭവങ്ങൾക്കായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.